നിലാങ്കര കുതിരക്കാളി ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവവും ലക്ഷദ്വീപ സമർപ്പണവും 25-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിലാങ്കര കുതിരക്കാളി ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവവും ലക്ഷദ്വീപ സമർപ്പണവും 25-ന് നടക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തുടർന്ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ ഭക്തജനങ്ങൾക്ക് അന്നപ്രസാദം തരണം. വൈകുന്നേരം 6 ആദ്യ ദീപത്തെളി. തുടർന്ന് വിവിധ ക്ഷേത്രങ്ങളിലെ ക്ഷേത്രകാരികന്മാർ ദീപത്തെളിക്കുണ്ടാവും. ദീപത്തെളി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ 1 ലക്ഷം ദീപത്തെളി. ലക്ഷദ്വീപ സമർപ്പണത്തിന്റെ ഭാഗമായി ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ വിവിധ കായിക പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാവിലെ 6 മണിക്ക് നട തുറക്കൽ, തുടർന്ന് ക്ഷേത്രം തന്ത്രി കക്കാട്ടിലത്തിൽ നാരായണ പട്ടേരിയുടെ നേതൃത്വത്തിൽ ഗണപതി ഹോമം, പ്രതിഷ്ഠാദിന വിശേഷാൽ പൂജകൾ, ഉച്ചയ്ക്ക് 12 മണി മുതൽ അന്നദാനം, വൈകിട്ട് 6 മണിക്ക് ദീപാരാധന, 6:30 ലക്ഷദ്വീപ സമർപ്പണം. ക്ഷേത്രത്തിലെ പൂരമഹോത്സവം മാർച്ച് 27 മുതൽ 31 വരെ തീയതികളിലായി നടക്കും. 27-ന് രാവിലെ 10 മണിക്ക് ദീപവും തിരിയും കൊണ്ടുവരൽ, വൈകിട്ട് 6:30 പൂരക്കാഴ്ച, തുടർന്ന് എഴുന്നള്ളത്ത്. 28-ന് പുതുക്കൈ എടയാട്ട് ഭഗവതി ക്ഷേത്രത്തിലേക്ക് മറത്തുകളി കൊണ്ടുപോകൽ, 29-ന് 3-ാം പൂരം എഴുന്നള്ളത്ത്, 30-ന് രാവിലെ 10 മണി മുതൽ സുകുമാരൻ പണിക്കർ നിലാങ്കര, തമ്പാൻ പണിക്കർ പുതുക്കൈ തമ്മിലുള്ള മറത്തുകളി. ജനങ്ങളെ ആകെ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിക്കുക, ആ രീതിയിലൊരു കൂട്ടായ്മ സൃഷ്ടിക്കുക എന്നാണ് ലക്ഷ്യത്തിനപ്പുറം ഇതിൻ്റെ ഉദ്ദേശ്യം. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ സംരംഭമാണ്. ആയിരക്കണക്കിന് ആളുകൾ ഇതിൽ സംബന്ധിക്കും, നമ്മുടെ നാട്ടിൽ നിന്നുള്ള സ്ഥലങ്ങളിലായിട്ട്. അപ്പം അതിൻ്റെ വിജയം ദൈവികമായ ആരാധന, അതിൽ ദീപത്തെ മുൻനിർത്തി ദേവതാത്മാ സദീപ എന്ന് പറഞ്ഞ പോലെ ദേവന്മാരുടെ ആത്മാവാണ് ദീപം എന്നുള്ളതുകൊണ്ട് ആ ദൈവത്തിൻ്റെ പ്രീതി സമ്പാദിക്കുക ലക്ഷദ്വീപ സമർപ്പണത്തിൻ്റെ പിന്നിലുള്ള ആധ്യാത്മികമായ വികാരം. 31-ന് പൂരംകുളി വിശേഷാൽ പൂജയ്ക്ക് ശേഷം വൈകിട്ട് 3 മണിക്ക് തുലാഭാരം, തുടർന്ന് പൂരക്കളി. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ കോവൽ ദാമോദരൻ, ജനറൽ കൺവീനർ കൃഷ്ണൻ പരങ്കാവ്, ട്രഷറർ ഗംഗാധരൻ കോവൽ, ക്ഷേത്രം പ്രസിഡന്റ് സുന്ദരൻ കുറുന്തൂർ, സെക്രട്ടറി സുമേഷ് കോവൽ സ്റ്റോർ, സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ പവിത്രൻ ഞാണിക്കടവ്, രക്ഷാധികാരിമാരായ പി ദാമോദര പണിക്കർ, എം കുഞ്ഞമ്പാടി, കൺവീനർ സുരേന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.